കേരളത്തിൽ പിന്നെ ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ പോളിസി വന്നതിനോടനുബന്ധിച്ച് കേരളത്തിലും ആദ്യമായിട്ട് ഒരു AVGC പോളിസി, ഒരു സെപ്പറേറ്റ് പോളിസി, IT പോളിസിയുടെ ഭാഗമല്ല, ഒരു സെപ്പറേറ്റ് ഒരു AVGC XR പോളിസി നിലവിൽ വന്നിട്ടുണ്ട്. അത് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് തലത്തിലും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലൊരു സായിക്ക് എന്ന് പറഞ്ഞിട്ടൊരു സൊസൈറ്റി ഓഫ് AVGC ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ടൊരു ഒരു സംഘടനയും നിലവിലുണ്ട്. അത് നമ്മുടെ ഈ AVGC ഇക്കോസിസ്റ്റത്തിൻ്റെ ഒരു ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യാനാണ്. അത് എല്ലാ അർത്ഥത്തിലും, അതായത് പിന്നെ സ്റ്റുഡൻസ്, എംപ്ലോയീസ്, അപ്പോൾ അവരെ എങ്ങനെ നമുക്ക് അടുത്ത ലെവലിലേക്ക് അവരെ റീസ്കിൽ ചെയ്യാം, സ്റ്റുഡൻസിനെ എങ്ങനെ ശരിക്കുള്ള ട്രെയിനിങ് കൊടുത്ത് അവരെ ഇതിനകത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള ഒരുപാട് ആക്ടിവിറ്റി, ഇപ്പോൾ ഒരു ഗെയിം ജാം പിന്നെ അവർ കണ്ടക്ട് ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇപ്പോൾ സായിക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയും ഗവൺമെൻറ്റും അതേപോലെ തന്നെ പൊതുജനങ്ങളും എല്ലാവരുമായിട്ട് സഹകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരുപാട് ജോലി സാധ്യതകൾ പ്രദാനം ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി സെഗ്മെൻ്റായിട്ട് ഇത് മാറി വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതിന് വേവ്സ് പോലുള്ള പിന്നെ പരിപാടികൾ വളരെയധികം ഗുണം ചെയ്യുകയും ചെയ്യും.